ഹലോ ഫ്രണ്ട്സ്, സുഗ്മോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശനും നന്ദനും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. പ്രകാശൻ പറയാണ്, കേക്ക് കട്ട് ചെയ്യടാം എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാനായി ഗുണ്ടകളെ ഏൽപ്പിക്കുന്നു. തുടർന്ന് നന്ദൻ കേക്ക് കഴിക്കാൻ വിസമ്മതിക്കുമ്പോൾ പ്രകാശനത് വായിലേക്ക് കുത്തിത്തിരുകി കൊടുക്കുന്നു. അടുത്ത രംഗത്തിൽ ദേവികയും ശാരികയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. ശാരിക പറയാണ്, എന്താ ചേച്ചി, നന്ദേട്ടൻ്റെ ചാറ്റൊക്കെ എടുത്തു നോക്കുമ്പോൾ തന്നെ കണ്ടു മനസ്സിലായി എനിക്ക്. ചേച്ചി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാതെ ഒന്ന് കിടക്കാൻ നോക്ക്. ദേവിക, അല്ലടി, എന്നാലും നന്ദു പാവം ഇപ്പോൾ എവിടെയായിരിക്കും? ശാരിക, ഞാൻ പറഞ്ഞല്ലോ ചേച്ചി, മനസ്സിനാദ്യം ധൈര്യം കൊടുക്ക്. നന്ദേട്ടൻ എവിടെയാണെങ്കിലും നന്നായിട്ടിരിക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കാം. പിന്നെ നന്ദേട്ടനുമായിട്ടുള്ള പഴയ കാലങ്ങളോർത്ത് ചേച്ചി സുഖമായിട്ടൊന്ന് കണ്ണടിക്കാൻ നോക്ക്. ചിലപ്പോൾ കുറച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റുമായിരിക്കും. നാളെ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഞാനും വരാം. നന്ദേട്ടന് വേണ്ടിയിട്ട് എനിക്കും പ്രാർത്ഥിക്കണം. ദേവിക, നീയാണിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. ഇത് കേട്ട ശാരിക കളിയാക്കിക്കൊണ്ട് പറയാണ്, എങ്കിൽ ഈ തോളിലേക്ക് ചാഞ്ഞു. അടുത്ത രംഗത്തിൽ പ്രകാശനും ഋഷിയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. പ്രകാശൻ ഋഷിയെ വിളിച്ചുണർത്തിക്കൊണ്ട്, ഹലോ ഋഷിക്കുട്ട, എഴുന്നേൽക്കടാ, എന്താ പേടിച്ചു പോയോ? ഉറക്കം ശല്യം ചെയ്തോ? ഇത് കേട്ട് ഋഷി പറയാണ്, എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്താ നിങ്ങളുടെ ആവശ്യം? പ്രകാശൻ, എന്നാലേ ദാ ഈ കേക്ക് കഴിക്കട കേക്ക്. പ്രകാശൻ, ഇത് ആരുടെ കേക്കാണെന്ന് അറിയോ? നന്ദന്റെ പിറന്നാൾ ആഘോഷത്തിനായിട്ട് മുറിച്ച കേക്കാ. നന്ദൻ തന്നുവിട്ടതാ. ഇത് കേട്ട് ഋഷി പറയാണ്, നിങ്ങൾ എന്തിനാ എനിക്കും നന്ദനും ഇടയിൽ കിടന്ന് കളിക്കുന്നത്? നന്ദൻ നിങ്ങളുടെ സുഹൃത്തല്ലേ? എന്തോ ഉദ്ദേശം നിങ്ങൾക്കുണ്ടല്ലോ. പ്രകാശൻ, ഉദ്ദേശം എന്താണെന്ന് പറയാറായിട്ടില്ല, പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശം എനിക്കുണ്ട്. അടുത്ത രംഗത്തിൽ അമ്പലത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷമുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. ശാരിക പറയാണ്, ദേ എത്തിയല്ലോ ചേച്ചി, എന്താ എന്നെ വിളിച്ചില്ല? ദേവിക, എടി നീ നല്ല ഉറക്കമായിരുന്നു. ഇത് കേട്ട് ശാരിക പറയാണ്, അതെങ്ങനെയാ, നല്ല ഉറക്കാം. രാവിലെ രാത്രി മുഴുവൻ എഴുതലും കുത്തലും കുറിക്കലും ഒക്കെ അല്ലേ ചേച്ചി? എന്തായി, പ്രാർത്ഥിച്ചോ? ചേച്ചി പേടിക്കാതിരിക്കൂ, നന്ദേട്ടനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ധൈര്യത്തോടെ ഇരുന്നാൽ മാത്രം മതി. ആ ഇസബെല്ലയും കെവിനും ഒക്കെ തന്നെ ക്രിമിനൽസ് ആണ്. അവർക്കൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. ഇത് കേട്ട് ദേവിക പറയാണ്, എടി, നിന്നെപ്പോലെ ആയി തന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. നിന്നെപ്പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആയാൽ മതിയായിരുന്നു. രാധിക വാണിംഗ് നൽകിക്കൊണ്ട് പറയാണ്, ദേ ഇത് കേട്ടാൽ മതി, എന്തായാലും ചേച്ചി പേടിക്കണ്ട. ദേ എന്ത് കരുതിയിട്ടാണ് അടുത്ത് നിൽക്കുന്നത് എന്ന് കരുതി അടുത്തേക്ക് നിൽക്കരുത്. ശാരിക പറയാണ്, പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്നാണ് അമ്മ പറയുന്നത്. ചേച്ചി ഇതൊന്നും കേൾക്കണ്ട, വന്നേ. അടുത്ത രംഗത്തിൽ ഗൗരിയും മുരളിയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. ഗൗരി പറയാണ്, അല്ല മുരളിയേട്ടാ, ഇന്നിപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ലേ? ഇത് കേട്ട് മുരളി, ഇന്ന് കൊച്ചി വരെ പോകട്ടെ എന്നാണ് പറയുന്നത്. ദേവിക വിളിക്കാമെന്ന് പറഞ്ഞു. ഗൗരി, എന്തോ ശാരിക്ക് പെണ്ണാലോചിക്കുകയാണോ, കല്യാണം ആലോചിക്കുകയാണോ എന്നൊക്കെ തോന്നുന്നു. അല്ല, മുരളിയേട്ടനിപ്പോൾ കാര്യമായിട്ടൊന്നും പറയുന്നില്ലേ? മുരളി, ഇല്ല, ഒന്നും പറയാറില്ല. എല്ലാം നടന്നു കഴിഞ്ഞാൽ പറയും. എന്നോട് സസ്പെൻസിൽ വെച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അടുത്ത രംഗത്തിൽ ഭാർഗവിയും പ്രഭാവതിയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. ഭാർഗവി ചോദിക്കുകയാണ്, പ്രഭക്കുഞ്ഞെ, ഇനി മോൾക്കുഞ്ഞ് ഇവിടെ ഇരിക്കണ്ട, വന്നേ, എൻ്റെ വീട്ടിലേക്ക് പോകാം. പ്രഭാവതി, അയ്യോ, അതെന്താ ഭാർഗവി അങ്ങനെ പറയുന്നേ? വേണ്ട ഭാർഗവി, ഇവിടെ ഇരുന്നാലേ കുഞ്ഞ് ടെൻഷൻ അടിച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് ദിവസം ഇരിക്കാം. പ്രഭാവതി, പറ്റില്ല, നന്ദൻ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ ഇവിടെ വേണം. ഇന്നലെ രാത്രി പോലും ഞാൻ ഫുഡുമായിട്ട് നന്ദൻ്റെ റൂമിലേക്ക് പോയി. അവനില്ലാത്ത കാര്യം അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോനെ ഞാൻ പേരെടുത്ത് വിളിക്കും. അതിനൊക്കെ ഈ വീട്ടിൽ ഞാൻ വേണം. അവൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇത് കേട്ട ഭാർഗവി പറയാണ്, കുഞ്ഞിൻ്റെ വിഷമം കണ്ട് നിൽക്കാനായിട്ട് കഴിയുന്നില്ല. പ്രഭാവതി, സാരമില്ല, ഞാൻ സഹിച്ചോളാം. അടുത്ത രംഗത്തിൽ അരുന്ധതിയും കെവിനും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. അരുന്ധതി പറയാണ്, കെവിൻ, സത്യം പറ, നീ ഇസബെല്ലയുടെ വലയിൽ കുടുങ്ങിപ്പോയതല്ലേ? അവൾ ശരിക്കും ഒരു ക്രിമിനലാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതാണ്. കെവിൻ, എവിടെയാണ് ഇസബെല്ല ഋഷിയെ മാറ്റിവെച്ചിരിക്കുന്നത്? പറയൂ, ഞാൻ ആരോടും പറയില്ല. എനിക്ക് എൻ്റെ മോനെ കാണണം. ഇത് കേട്ട് കെവിൻ പറയാണ്, അയ്യോ കർത്താവേ, ഞാൻ എന്താണ് ഈ ആൻറ്റി പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? എനിക്കറിയില്ല ആൻറ്റി, ഞങ്ങൾക്ക് അറിയാത്ത കാര്യമാണ്. ഇസബെല്ല എൻ്റെ വെറും സുഹൃത്ത് മാത്രമാണ്, അല്ലാതെ ഞങ്ങൾ ക്രിമിനൽസ് ഒന്നുമല്ല. ഇത് കേട്ട് അരുന്ധതി പറയാണ്, അല്ല, എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. എനിക്കാകെ ഭ്രാന്തി പിടിക്കുന്നുണ്ട്.
എനിക്ക് എൻ്റെ മോനെ കാണണം. ഈ സമയം കെവിൻ്റെ ഫോണിലേക്ക് ദേവിക വിളിക്കുന്നുണ്ട്. ഇത് കണ്ട അരുന്ധതി ചോദിക്കുകയാണ്, ആരാണ് വിളിക്കുന്നത്? ഇസബെല്ലയാണോ? കെവിൻ, അല്ല ആൻറ്റി. അരുന്ധതി ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. ഓ, ദേവിക. ദേവികയ്ക്ക് എന്തിനാണ് കെവിനെ വിളിക്കേണ്ട ആവശ്യം? അറിയില്ല ആൻറ്റി. അല്ല, എന്തൊരു ഗൂഢാലോചനയാണ് ചന്ദ്രോത്ത് വീട്ടുകാരും കെവിനും തമ്മിൽ. എൻ്റെ ഫോണിനെ മാറ്റി വെച്ചിരിക്കുകയാണോ? ഫോൺ എടുക്ക്, ലൗഡ് സ്പീക്കറിലിടും. കെവിൻ ലൗഡ് സ്പീക്കറിലിടുന്നു. ദേവിക പറയാണ്, കെവിൻ ഇപ്പോൾ എവിടെയാണ്? കെവിൻ, ഞാനിപ്പോൾ പുറത്താണ്. ദേവിക, എങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം. ഒരു കാര്യത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കേട്ട് കെവിൻ പറയാണ്, എന്താ ദേവി കാര്യം? ദേവിക, കെവിൻ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നു. ഇത് കേട്ട് അരുന്ധതി പറയാണ്, ഇത്രയ്ക്കും നന്നായിട്ട് സംസാരിക്കണമെങ്കിൽ ഇത് ദിവസങ്ങൾക്ക് ശേഷമുള്ള വിളിയാണ് എന്നല്ല. എന്തോ ഉദ്ദേശമുണ്ട് നിങ്ങൾക്ക്. എന്തിനാണ് ദേവിക നിന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്? എന്തായാലും നീ പോ. എനിക്കറിയണം എന്താണ് നിങ്ങൾ സംസാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.